കേരള തീരത്ത് ആഴക്കടലിൽ അനധികൃതമായി ലൈറ്റ് ഫിഷിംഗ് നടത്തിയ 3 കർണാടക ബോട്ടുകൾ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് പിടികൂടി. രാത്രികാല പട്രോളിംഗിനിടെ ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു നടപടി. പിടികൂടിയ ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. കടലാവാസ വ്യവസ്ഥയെ തകർക്കുന്ന ലൈറ്റ് ഫിഷിംഗിനെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തിയേറിയ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ച് ആഴക്കടലിലെ മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്ന സംഘമാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ രാത്രികാല പരിശോധനയിലാണ് കർണാടക ബോട്ടുകൾ വലയിലായത്. ഉദ്യോഗസ്ഥരെ കണ്ട് വെട്ടിച്ചു കിടന്ന ഒരു ബോട്ടിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യന്ത്രവൽകൃത ബോട്ടുകളിൽ നിന്ന് അതിശക്തമായ ലൈറ്റുകൾ കടൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് മത്സ്യങ്ങളെ ആകർഷിച്ച് പിടിക്കുന്ന രീതിയാണ് ലൈറ്റ് ഫിഷിംഗ്. പ്രധാനമായും കണവ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങളെയാണ് ഈ രീതിയിൽ പിടികൂടുന്നത്. കേരളത്തിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഈ മത്സ്യബന്ധന രീതി സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ലൈറ്റ് ഫിഷിംഗ് നടത്തുമ്പോൾ വലിയ മത്സ്യങ്ങൾക്കൊപ്പം ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും കൂട്ടത്തോടെ വലയിൽ കുടുങ്ങുന്നത് മത്സ്യസമ്പത്ത് നശിക്കാൻ കാരണമാകുന്നു. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. പിടികൂടിയ ഓരോ ബോട്ടിനും 2.5 ലക്ഷം രൂപ വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുകയും സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ അതിർത്തി ലംഘിച്ച് ലൈറ്റ് ഫിഷിംഗ് നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് കടലിൽ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കാൻ ഫിഷറീസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.